നമസ്കാരം. മലയാളത്തിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്താ മുഖമൊക്കെ ഒരു സംശയഭീതിയിൽ? എന്നെ മറന്നുപോയോ നിങ്ങൾ? ഞാനിനി ആദ്യം മുതൽ പരിചയപ്പെടുത്തി തരേണ്ടി വരുമോ? ഇല്ല അല്ലേ? നിങ്ങൾ എന്നെ കുറച്ച് ദിവസം കാണാതാവുമ്പോൾ മറന്നു പോകുമോ എന്ന് ഞാൻ സംശയിച്ചു പോയി. ഇല്ലല്ലോ? ഇല്ല എന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ് ആരംഭിച്ചാലോ? എല്ലാവരും സജ്ജരായി ക്ലാസ്സിലേക്ക് എത്തിയില്ലേ? ഓൾ ഓഫ് യു സ്റ്റാൻഡ് അപ്പ്. എല്ലാവരും ഒന്ന് എണീറ്റ് നിന്നേ. പുസ്തകമൊക്കെ ഒന്ന് അടച്ചു വെച്ച് എല്ലാവരും ഒന്ന് ഫ്രീ ആയിട്ടൊന്ന് നിന്നേ. ഓക്കെ, കയ്യിലൊന്നുമില്ലല്ലോ? ഉള്ളതെല്ലാം മാറ്റി വെക്കുക കേട്ടോ. എല്ലാവരും ഫ്രീ ആയിട്ട് ഇരുന്നോളൂ. ഓക്കെ, നമുക്ക് നമ്മുടെ ക്ലാസ് ആരംഭിക്കാം. എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയാ വിശേഷങ്ങൾ? നല്ല വിശേഷമാണെന്ന്. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ പാഠഭാഗത്തിലേക്ക് പോകാം. അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള നമ്മുടെ അമൃതം എന്ന് പറഞ്ഞിട്ടുള്ള ഒന്നാമത്തെ യൂണിറ്റ് പാഠഭാഗം അവസാനിച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ പാഠഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. രണ്ടാമത്തെ പാഠത്തിന്റെ പേരെന്താ? ഹരിതം. എന്താണ് പാഠഭാഗത്തിന്റെ പേര്? ഹരിതം എന്നാണ് പാഠത്തിന്റെ പേര് കേട്ടോ. എന്താ ഹരിതം എന്ന് പറഞ്ഞാല്? പച്ചപ്പ് ഇല്ലേ? നമ്മുടെ ചുറ്റുപാടും നല്ല പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള ഒരു പ്രകൃതി ഭംഗിയാണ് നമുക്കുള്ളത് അല്ലേ? ഇതിലും ഒരുപാട് നല്ല കവിതകളും കഥകളും നമ്മളെ കാത്തിരിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ അത് പ്രതീക്ഷിച്ചിരിക്കുകയല്ലേ? യെസ്. അപ്പോ ഈ യൂണിറ്റിനെ പറ്റി പറയാനുള്ളത് പ്രകൃതിയോടുള്ള ഒരു അടുപ്പം ഇല്ലേ, ഒരു ഇഷ്ടം ഊട്ടി ഉറപ്പിക്കാനുള്ള രണ്ട് വ്യത്യസ്തമായിട്ടുള്ള യൂണിറ്റുകൾ, രണ്ട് പാഠഭാഗങ്ങളാണ് ഹരിതം എന്ന് പറഞ്ഞിട്ടുള്ള പാഠഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യത്തെ കവിതയിൽ പ്രകൃതിയിലെ ജീവജാലങ്ങളെ സ്നേഹത്തോടെ പരിപാലിക്കുന്നതിനെ കുറിച്ചും രണ്ടാമത്തെ കവിതയിൽ പ്രകൃതിയോട് അതിക്രമം കാണിക്കുന്നതിൻ്റെയും പാഠഭാഗങ്ങളാണ്, ചിത്രീകരണമാണ് നമുക്കിനി എടുക്കാനുള്ളത്, നമ്മളെ കാത്തിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ റെഡിയല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കാം. ആദ്യം തന്നെ മഹാകവി കുട്ടമത്ത് കുന്നിയൂരിന്റെ ഒരു നല്ല ഒരു കവിത അവിടെ കൊടുത്തിട്ടുണ്ട് ഇല്ലേ? നമുക്കൊന്ന് നോക്കാം അല്ലേ, എന്താണ് ആ കവിത എന്നുള്ളത്. ഓക്കെ, ആ കവിത എന്താണെന്ന് നോക്കുന്നതിന് മുൻപ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ നമ്മുടെ മൈനയെ? മറന്നോ നിങ്ങള്? ആ മൈന മരത്തിൽ വന്നിരുന്നപ്പോൾ മറന്നു എന്നോ? കുട്ടനെയും ലേലയും മറന്നോ നിങ്ങള്? ഇല്ലല്ലോ. ആ മൈന മരത്തിൽ വന്നിരുന്നപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളായിരുന്നു സംഭവിച്ചത്? ആകെ കരിഞ്ഞുണങ്ങി മുരടിച്ച് കടന്നിരുന്ന മരത്തിലൊക്കെ എന്തായി? പുതിയ ഇലകൾ വന്നൂല്ലേ? വളരെ സുന്ദരമായി വസന്തകാലം വീണ്ടും വന്നു എന്നായിരുന്നു നമ്മൾ പഠിച്ചിരുന്നത് ഇല്ലേ? അപ്പൊ അതേപോലെയുള്ള ഒരു കവിതയാണ്, അത് കഥയായിരുന്നു, ഇതൊരു കവിതയാണ്. ഇവിടെ മൈനയുടെ സ്ഥാനത്ത് ഒരു പച്ചക്കിളിയാണ് വരുന്നത്. നിങ്ങളുടെ മുഖത്തുള്ള ആകാംക്ഷ എനിക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ പാഠഭാഗത്തിലേക്ക് പോകാം. എന്താ നമ്മുടെ പാഠത്തിന്റെ പേര്? ഹരിതം. നോക്കൂ നിങ്ങള്, ഒരു പച്ചക്കിളി ഇല്ലേ, ഒരു പച്ച തത്ത അവിടെ ഉണ്ട്. കണ്ടോ നിങ്ങള്? ആ തത്ത ഏത് മരത്തിലാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാമോ? അശോക മരം എന്ന് പറയുന്ന ഒരു മരം ഉണ്ട് കേട്ടോ. അതിലാണ് തത്ത വന്നിരിക്കുന്നത്, ആ പച്ചക്കിളി വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ കവിത ഒന്ന് കേട്ട് നോക്കിയാലോ? ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ച് ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിരിക്കുക കേട്ടോ. കവിത നിങ്ങൾ നല്ല പോലെ കേൾക്കാം. പച്ചക്കിളിയൊന്നു പാറിയൊരു കൊച്ചശോകത്തോപ്പിലേറി ചാഞ്ചാടിയപ്പോഴ ചില്ലി കൊമ്പു താൻ ചാടുമർമരം ചൊല്ലി ചഞ്ചൽ തളിർ കൊണ്ടു വീശി നാറും ചെഞ്ചായമൊന്നങ്ങു പൂശി ശാരിക പൈതലിൻ മോടി കണ്ടു മാരുതനും ചെന്നു കൂടി
കവിത കേട്ടില്ലേ നിങ്ങള്? വളരെ സുന്ദരമായിട്ടുള്ള ഒരു നല്ല കവിത അല്ലേ? എന്താണ് ആ കവിതയിൽ പറയുന്നത്? നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? പറയൂ. യെസ്, പച്ചക്കിളി അശോകമരത്തിൽ വന്നിരിക്കുമ്പോൾ എന്താണ്? മരം ആഹ്ലാദത്തോടെ അതിനെ സ്വീകരിക്കുകയാണ് അല്ലേ? കൂടെ ആരുണ്ട്? കൂടെ പങ്കുവെക്കാൻ, ഈ ആഹ്ലാദം, സന്തോഷം പങ്കുവെക്കാൻ മന്ദമാരുതൻ ഇല്ലേ? മാരുതൻ ആരാ? മാരുതൻ, കാറ്റ്. ഈ കാറ്റ് അടുത്തു കൂടുന്നതുമായിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കവിത ആരുടേതായിരുന്നു? മഹാകവി കുട്ടമത്തിന്റെ പച്ചക്കിളി എന്ന കവിതയിലെ കുറച്ചു ഭാഗങ്ങളാണ് തന്നിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് കവിതയുടെ ആശയം ഒന്ന് നോക്കിയാലോ? ഒന്നും കൂടെ ഒന്ന് വിശദീകരിച്ച് നമുക്കൊന്ന് കവിതയിലേക്കൊന്ന് ഇറങ്ങിച്ചല്ല അല്ലേ? എല്ലാവരും റെഡിയല്ലേ? നമുക്ക് ഈ കവിത നല്ല പോലെ പാടി നോക്കണം കേട്ടോ നിങ്ങളെ. ഓക്കെ, നമുക്ക് അതിൻ്റെ ആശയത്തിലേക്കൊന്ന് പോയി നോക്കാം. അശോകത്തോപ്പിലേക്ക് ഒരു പച്ചക്കിളി അഥവാ തത്ത പറന്നിരിക്കുന്നു. പക്ഷി ഇരുന്നപ്പോൾ ഇളകിയ കൊമ്പ് ചെറു ശബ്ദത്തിൽ അതിനോട് വാക്കുകൾ പറഞ്ഞു. അശോകമരം തളിരിലകൾ കൊണ്ട് വീശുകയും പക്ഷിയുടെ ദേഹത്ത് ചെഞ്ചായ ശോഭ പരത്തുകയും ചെയ്തു. ചുവന്ന തളിരിലകളുടെ ചലനം മൂലമാണ് പക്ഷിയുടെ ദേഹത്ത് ചുവന്ന ചായം പൂശുന്നതായി കവിക്ക് തോന്നിയത്. തുടർന്ന് പക്ഷിയുടെ ഭംഗി കണ്ട് കാറ്റും ഒപ്പം ചേർന്നു. പ്രിയപ്പെട്ട ഒരു അതിഥിയെ വരവേൽക്കുന്നത് പോലെയാണ് പച്ചക്കിളിയെ അശോകത്തോപ്പ് സ്വീകരിക്കുന്നത്. സ്നേഹപൂർവം കളിവാക്കുകൾ പറയുന്നു, വിശറി കൊണ്ടു വീശുന്നു, തൊട്ടു തലോടുന്നു. വിരുന്നുകാരന്റെ വരവറിഞ്ഞെത്തുന്ന അയൽക്കാരനാണ് ആര്? കാറ്റ്. സ്നേഹവും ഉല്ലാസവും നിറഞ്ഞ അന്തരീക്ഷമാണ് പച്ചക്കിളിയിൽ നിറഞ്ഞു നിൽക്കുന്നത്. പ്രകൃതിയിലെ പാരസ്പര്യത്തിന്റെ ഊഷ്മള ദൃശ്യമായി ഇതിനെ കാണാം. കവിതയുടെ ആശയം മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഓക്കെ, ഇനി നമുക്ക് ഈ കവിതയുടെ താഴെ ഒരു ചോദ്യം തന്നിട്ടുണ്ട്. എല്ലാവരും നോക്കൂ. പച്ചക്കിളിയുടെ വരവ് ചുറ്റുപാടിൽ ഉണ്ടാക്കിയ ആഹ്ലാദം കണ്ടില്ലേ? ഇതുപോലെ നിങ്ങളെ ആഹ്ലാദിപ്പിക്കുന്ന എന്തെല്ലാം കാഴ്ചകളാണ് ചുറ്റുമുള്ളത്? പറഞ്ഞു നോക്കൂ. ചോദ്യം മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഇല്ലേ? നമുക്ക് ചുറ്റുപാടിലുള്ള കാഴ്ചകൾ കാണുമ്പോൾ മനസ്സിനെ കുളിരണിയിക്കുന്ന കാഴ്ചകൾ ഉണ്ടാവും ഇല്ലേ? വളരെ സന്തോഷം തരുന്ന കാഴ്ചകൾ, കണ്ണിനെ കുളിർമയണിയിക്കുന്ന കാഴ്ചകൾ ഇല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അങ്ങനെയുള്ള കാഴ്ചകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമുക്ക് ചുറ്റുപാടുമുള്ള ഒന്ന് ആലോചിച്ച് നോക്കൂ. അവിടെ എന്തോന്ന് പറഞ്ഞു? ഞാൻ കേട്ടില്ല. വിരുന്നുകാർ വരുമ്പോൾ അവരുടെ കയ്യിൽ പൊതി കാണുമ്പോൾ സന്തോഷമുണ്ടാകാറുണ്ട് എന്ന്. അത് ശരി, അതല്ല ഞാൻ ചോദിച്ചത് കേട്ടോ. പിന്നെയോ? വേറൊരാൾ പറഞ്ഞു പൂന്തോട്ടത്തിൽ പൂക്കൾ വിടർന്നു നിൽക്കുന്നത് ഇല്ലേ? നല്ലൊരു കാഴ്ചയാണ് ഇല്ലേ? പൂന്തോട്ടത്തിൽ ഇങ്ങനെ പൂക്കൾ വിടർന്നു നിൽക്കുന്നത് കണ്ടിട്ടില്ലേ നിങ്ങള്? അത് വളരെ ഭംഗിയുള്ള ഒരു കാഴ്ച തന്നെയാണ്. അതുപോലെയുള്ള കാഴ്ചകളൊന്ന് പറയൂ നിങ്ങള്. മാനത്ത് മഴവില്ല് കാണുന്നത് നല്ല കാഴ്ചയല്ലേ ഇല്ലേ? അത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ മനസ്സിൽ തോന്നാറ്? ഒരു ആഹ്ലാദമല്ലേ ഇല്ലേ? ഭയങ്കര സന്തോഷല്ലേ? നമ്മുടെ മനസ്സ് നിറയും അങ്ങനെയുള്ള കാഴ്ചകൾ കാണുമ്പോൾ ഇല്ലേ? എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരിക്കും. അത് ബാക്കിയുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനുള്ള ധൃതിയിലായിരിക്കും നമ്മള്. പിന്നെയോ പക്ഷികള് കൂട്ടത്തോടെ മരത്തിലിരുന്ന് ഇങ്ങനെ ഒച്ച വെക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാഴ്ചകൾ നമ്മളെ ആഹ്ലാദിപ്പിക്കുന്ന കാഴ്ചകളാണ്. പിന്നെ ഒരുപാടുണ്ട് ഇല്ലേ? മഴ പെയ്യുന്നത് കാണുമ്പോൾ ഇല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. മഴ പെയ്യുന്നത് കാണുമ്പോൾ നല്ല രസമല്ലേ? പുഴയുടെ അരികത്ത് അല്ലെങ്കിൽ പാടത്തൊക്കെ വീടുള്ളവർക്ക് നല്ല രസം ഉണ്ടാവില്ല ഇല്ലേ? എന്നിരുന്നാലും മഴ പെയ്യുന്നത് കാണാൻ നല്ല രസം തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലേ? മഴക്കാല അനുഭവങ്ങളൊക്കെ. പിന്നെയോ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് രാവിലെ എണീറ്റ് കഴിഞ്ഞാലുള്ള ഒരു കാഴ്ച. എന്താ കാഴ്ച? എന്ത് കാഴ്ചയായിരിക്കും?
ആ രാവിലെ ഇലകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ചെറിയ ചെറു മഞ്ഞു തുള്ളികൾ നമുക്ക് കാണാൻ കഴിയും ഇല്ലേ? ചെറു ചെറു തുള്ളികൾ നമുക്ക് അതിൽ കാണാൻ കഴിയും ഇല്ലേ? നല്ല ഭംഗിയാണ് അത് കാണാന്. നിങ്ങളത് കണ്ടിട്ടില്ലേ? ഇനി രാവിലെ എണീച്ച് നോക്കിയാലൊന്ന് നോക്കുക കേട്ടോ. മഞ്ഞു തുള്ളികൾ ഇലകളിൽ ചാടിക്കിടക്കുന്നത് കാണാം, മുത്തുകൾ പോലെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഒരുപാട് കാഴ്ചകൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇല്ലേ? അപ്പൊ അതൊക്കെ നിങ്ങൾ എഴുതി വെക്കണം കേട്ടോ. ഇതല്ലാതെ വേറെയും ഒരുപാട് കാഴ്ചകൾ ഉണ്ടാകും. നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെയുള്ള കാഴ്ചകൾ മാഷിന് അറിയുണ്ടാവില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? അത് എഴുതണം കേട്ടോ. അതിൽ നമുക്ക് അടുത്ത ഭാഗത്തിൽ ഒരു മനോഹരമായിട്ടുള്ള ഒരു കവിതയുണ്ട്. ആ കവിത എന്ത് ചെയ്യാം? നമുക്കൊന്ന് കേട്ട് നോക്കാം. മുൻപത്തെ ക്ലാസ്സുകളിൽ പറയുന്നത് പോലെ എല്ലാവരും കേട്ടിട്ട് നല്ലൊരു ഈണം കണ്ടെത്തി റെഡി ആയിട്ടിരിക്കുക കേട്ടോ. ഓക്കെ, ആ കവിത കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കാം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടു നോക്കൂ. എന്റെ പനിനീർ ചെടി, മേരി ജോൺ കൂത്താട്ടുകുളം. അങ്കണത്തിനലങ്കാരമായൊരു ചെമ്പനീർ ചെടി നട്ടു വളർത്തി ഞാൻ, ജാതമോദമതിന്നനുവാസരം ശീതള ജലധാര പകർന്നു ഞാൻ. നാൾക്കുനാളതിൽ നാം പുണരുന്നതു നോക്കി നോക്കി മനം കുളിർപ്പിക്കുവാൻ, മുട്ടുതോറും കിളിർക്കും മുളകളെ ക്ഷുദ്രകീടം കരളാതെ കാക്കുവാൻ. അങ്കുരിക്കും കുരുന്നിലയുഗ്രമം ഉച്ചവെയിലേറ്റുപാടാതെ നോക്കുവാൻ, വിസ്മരിക്കാതെ നിന്നു ഞാനപ്പുതു പുഷ്പവല്ലിക്കു കാവൽ മാലാഖയായി. മഞ്ഞു പെയ്യുന്ന ഹേമന്ത സൗഭഗം എന്റെ നാടിനെ പുൽകിയ വേളയിൽ, ആകമാനം തളിർത്തു മനോഹര ശ്യാമളാംഗിയായൻ പനിനീർച്ചെടി. ശുദ്ധമാകും തുഷാര കണങ്ങളാൽ മുത്തണിഞ്ഞു സുമംഗലിയാകവേ, ചില്ലതോറും പുളകാങ്കുരം കണക്കുല്ലസിച്ചു മുകുളമുളകളും. പൊൻപുലരിത്തുടുപ്പിനെ നോക്കിയ പൊന്മുകുളങ്ങൾ മന്ദഹസിക്കവേ, ആർത്തിരമ്പുകയായനു വേലമൻ അന്തരംഗത്തിലാനന്ദസാഗരം. മേരി ജോൺ കൂത്താട്ടുകുളത്തിന്റെ വളരെ മനോഹരമായിട്ടുള്ള ഒരു കവിത നിങ്ങൾ കേട്ടില്ലേ? കവിതയുടെ ആശയം നമുക്ക് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യേണ്ട, അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം? ചർച്ച ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ എല്ലാവരും ഇന്ന് ഒരു പ്രവർത്തനം തന്നിട്ടുണ്ട്. എന്തായിരുന്നു അത്? നമ്മുടെ കവിതയുടെ ആദ്യം നമ്മളെടുത്ത കവിതയുടെ താഴെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. എന്തായിരുന്നു ആ ചോദ്യം? പച്ചക്കിളിയുടെ വരവ് ചുറ്റുപാടിൽ ഉണ്ടാക്കിയ ആഹ്ലാദം കണ്ടില്ലേ? ഇതുപോലെ നിങ്ങളെ ആഹ്ലാദിപ്പിക്കുന്ന എന്തെല്ലാം കാഴ്ചകളാണ് ചുറ്റുമുള്ളത്? പറഞ്ഞു നോക്കൂ. നിങ്ങളൊന്ന് എഴുതി നോക്കുക കേട്ടോ എല്ലാവരും. അപ്പോൾ അതാണ് ഇന്നത്തെ പ്രവർത്തനം. അത് മാത്രമല്ല, നമ്മുടെ മുൻപെടുത്ത പാഠഭാഗത്തിലെ കുറച്ചു ചോദ്യങ്ങളും അതുപോലെ തന്നെ കുറച്ച് ഉത്തരങ്ങളും നമുക്ക് എഴുതാനുണ്ട്. ക്ലാസ് ഇവിടെ അവസാനിപ്പിച്ചാലോ? എല്ലാവർക്കും ക്ലാസ് മനസ്സിലായില്ലേ? എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ മാഷോട് ചോദിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇതുവരെ ക്ലാസ് കേട്ടിരുന്നതിന് നന്ദി. ഇനി എല്ലാവരും പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുക കേട്ടോ. വളരെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തനങ്ങൾ ചെയ്യുക. നന്ദി, നമസ്കാരം.